നാടിനെ നടുക്കിയ കുറ്റകൃത്യത്തിന് ശേഷം ചെന്താമര ഒളിവിൽ പോയി സമീപത്തുള്ള കാട്ടിലേക്ക്. വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ചെന്താമരയെ പോലീസ് പിടികൂടിയത് മനഃശാസ്ത്രപരമായ ചില നീക്കങ്ങളിലൂടെയായിരുന്നു. നീണ്ട 40 മണിക്കൂർ പോലീസ് ചെന്താമരയെ വനമേഖലയ്ക്കുള്ളിൽ വലയിൽ തടഞ്ഞുവെച്ചു. രണ്ടാം രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിച്ചു മടങ്ങാൻ മൈക്കിലൂടെ പോലീസ് സേനയ്ക്ക് കമാൻഡ് നൽകി. ഇത് ഒളിച്ചിരുന്ന ചെന്താമരയെ കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ പക്ഷേ ചെന്താമര വീണു. പോലീസ് മടങ്ങിയെന്ന ധാരണയിൽ പുറത്തിറങ്ങിയ ചെന്താമര ശരിക്കും വലയിലായി. ലാണ് സജിത വധത്തിൽ, അതായത് ആദ്യ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റ് മുതൽ സാക്ഷി വിസ്താരം ആരംഭിച്ചു. ഇനി കേസ് വിചാരണ. അക്ഷരാർത്ഥത്തിൽ ഇഴകീറിയുള്ള ശാസ്ത്രീയ തെളിവുകൾ, ചെന്താമരയുടെ വിചിത്രമായ ശരീരഭാഷ, ഒടുവിൽ ശിക്ഷാവിധി. കോടതിയിലാണ് ഇനിയുള്ള ഭാഗം. 2025 ഓഗസ്റ്റ് 4 ആരംഭിച്ച വിസ്താരവും വിചാരണയും 2025 ഒക്ടോബർ 5 പൂർത്തിയായി. ശക്തമായി ചെറുത്തുനിന്ന് പ്രതിവാദമുന്നയിച്ചു ചെന്താമരയുടെ അഭിഭാഷകൻ. ശാസ്ത്രീയമായ തെളിവുകളുമായി സാക്ഷികളെ അണിനിരത്തി പ്രോസിക്യൂഷനും കോടതിയിൽ യുദ്ധം ആരംഭിച്ചു. അവിടെ ഇയാളുടെ ഷർട്ടിൻ്റെ ഒരു പോക്കറ്റ് അവിടെ കിട്ടി. അതെന്താ വെച്ചാൽ അവർ തമ്മിൽ പിടിവലി നടന്നതായിരിക്കും ആ ഷർട്ട് പോക്കറ്റ് ഒന്ന് കിട്ടുന്നത്. അതിനു പുറമെ അവിടെ ഈ സ്ത്രീ മരിച്ച് കിടന്ന സ്ഥലത്തു നിന്നും ഈ അടുക്കള വഴിക്ക് പുറത്തു പോകുന്ന ഭാഗത്ത് ഒരു 16ഓളം ബ്ലഡ് ഉള്ള ഫുട് പ്രിൻറ്റ്സ് കാണുന്നു. അപ്പോൾ ആ സമയത്ത് പ്രതി ആരാണെന്നോ പ്രതിനെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ചെന്താമരയാണ് പ്രതി എന്ന് പോലീസ് ഒരു നിഗമനം എത്തുകയും അയാളെ പിന്നെ 1-ാം തീയതി രാത്രി അറസ്റ്റ്, അയാളുടെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് 1-ാം തീയതി അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ഫുട് പ്രിൻറ്റും ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ ഇയാളുടെ തന്നെയാണ് ഫുട് പ്രിൻറ്റ് എന്ന് മനസ്സിലായി. രണ്ടാമത് ഇയാളുടെ ഷർട്ടും അവിടുത്തെ കണ്ട സാക്ഷികളും, അതായത് ഇയാളുടെ വീട്ടിനടുത്തുള്ള സാക്ഷികൾ ഈ ഷർട്ട് ഇയാൾ പണ്ടും വിട്ട് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് പുറമെ അയാളുടെ ഭാര്യ ഈ ഷർട്ട് ഭർത്താവിൻ്റെ ഷർട്ടിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതും കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഇതാണ് ഈ കേസിലെ മെയിൻ തെളിവായിട്ട് വന്നത്. ഇതിൽ ഈ പ്രോസിക്യൂഷന് സംശയാസ്പദമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് പ്രതിയുടെ വീട് തന്നെ പ്രതിയാണെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ, ചെന്താമര ഈ കേസിൽ പ്രതിയാണെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ, FIRൽ പേര് ചേർക്കുന്നതിന് മുമ്പ് തന്നെ, സാക്ഷിമൊഴികൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ നെന്മാറ പോലീസ് ഈ ചെന്താമരയുടെ വീട് സർവൈലൻസ് ചെയ്ത് അയാളെ ആ വീട് സർവൈലൻസ് ചെയ്തത് വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. DNA കുറിച്ച് പറയുകയാണെങ്കിൽ DNA മാച്ചിങ് ആയിരുന്നു, അത് സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ DNA സാമ്പിൾ, ഈ ബ്ലഡ് സാമ്പിൾസാണ് ഈ പ്രതിയുടെയും അതുപോലെ തന്നെ മരണപ്പെട്ട സജിതയുടെയും ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ കളക്ട് ചെയ്തിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ട്. ഈ അങ്ങനെ കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിൾസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് 24 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് ഈ FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറി, അതെവിടെയാണെങ്കിലും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരത്താണ് അവിടെ ഈ സാമ്പിൾസ് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെയാണ് ഹാൻഡ് ഓവർ ചെയ്ത്. അത് 24 മുതൽ 48 മണിക്കൂറിന് ഒരു ടൈം ലൈൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ 24 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. കോടതിയിൽ പ്രോസിക്യൂഷൻ അണിനിരത്തിയത് 44 സാക്ഷികളെ. ഒരാൾ പോലും വിസ്താരവേളയിൽ കൂറുമാറിയില്ല. പ്രതി ചെന്താമരയുടെ തന്നെ ഭാര്യയെ തുറുപ്പ് സാക്ഷിയാക്കി പ്രോസിക്യൂഷൻ ഞെട്ടിച്ചു. സജിതയുടെ മകൾ, കൊൽക്കത്തയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അഖിലയും ശക്തിയുള്ള സാക്ഷിയായി. സാക്ഷികൾക്കൊക്കെ ഒരേ മനസ്സ്, ഒരേ ആവശ്യം: ചെന്താമര ശിക്ഷിക്കപ്പെടണം. സ്വമേധയെ വന്ന ഇയാളുടെ കുറ്റസമ്മതം മൊഴിയുടെ അടിസ്ഥാനത്തിൽ 27 റിക്കവറി നടത്തി. അതിൽ ഈ വാളും അതിന് പുറമെ ഇയാളുടെ മുണ്ടും ഇയാൾ എടുത്തു കൊടുക്കലുണ്ടായി. ഈ വാളിലും മുണ്ടിലും ഈ മരിച്ച സ്ത്രീയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു.
ഈ ബ്ലഡ് ആണ് അതും ഈ കേസിൽ ഒരു തെളിവായിട്ട് സ്വീകരിച്ചു. അതിനു പുറമെ ഇയാളെ നമ്മളൊരു 313 ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞ ഒരു നടപടിക്രമമുണ്ട്. ആ സമയത്ത് പ്രതി എല്ലാം സമ്മതിച്ചിട്ടുള്ളതാണ്. ഞാൻ തന്നെയാണ് പോലീസിന് എടുത്തു കൊടുത്തത്, ഞാൻ തന്നെയാണ് വാളെടുത്തു കൊടുത്തത്, എൻ്റെ മുണ്ട് തന്നെയാണ്, എല്ലാം സമ്മതിച്ച കാര്യങ്ങളായിട്ട് അതും കോടതി പരിഗണിച്ചാണ് ഇയാൾക്ക് ഒരു ശിക്ഷയായിട്ട് നൽകിയിട്ടുള്ളത്. കോടതിയിലെത്തുമ്പോൾ ഏതൊരു പ്രതിയും മൗനിയാകും. നിയമത്തിൻ്റെ കൈവിലങ്ങ് തന്നെ പൂട്ടിയല്ലോ എന്ന ചെറിയൊരു മുഖഭാവമെങ്കിലും അയാളിലുണ്ടാകും. പക്ഷേ ചെന്താമര അവിടെയും വ്യത്യസ്തനാണ്. അറപ്പേതുമില്ലാതെ ഒരു മടിയുമില്ലാതെ അയാൾ വീണ്ടും നമ്മളോട് വിളിച്ചു പറയുകയാണ് ഇനിയും കൊല്ലുമെന്ന്. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആരെയാണ് ശരി, എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു, അത് ആരാണെന്ന് അറിഞ്ഞ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ് ചെന്താമരയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വരെ കോടതിയിലെത്തി മൊഴി നൽകി. സഹോദരൻ നൽകിയ ഫോൺ രേഖകൾ, ചെന്താമര ലോറി ഡ്രൈവറായിരുന്ന സമയത്ത് ക്ലീനറോട് നടത്തിയ വെളിപ്പെടുത്തൽ, തനിക്കിനിയും ഇരകളുണ്ടെന്ന് ജാമ്യകാലത്ത് ചെന്താമര വെളിപ്പെടുത്തിയ സുഹൃത്തിന്റെ മൊഴി, എല്ലാം നിർണായകമായി. മുടിനാരിട കീറിയുള്ള പരിശോധന എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു ഭാഷാ പ്രയോഗമാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ മുടിയിട കീറി ഈ കേസിൽ പോലീസ് പരിശോധിച്ചു. തെളിവായി ലഭിച്ച മുടിയുടെ റൂട്ട് ഭാഗം ഇല്ലാത്തതിനാൽ സാധാരണ DNA പരിശോധന നടത്താൻ കഴിയില്ല. അതിനാൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൈറ്റോകോൺട്രിയൽ DNA ടെസ്റ്റ് നടത്തുകയായിരുന്നു. 2025 ഒക്ടോബർ 14 ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഒക്ടോബർ 18 നെന്മാറ പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വധശിക്ഷ നൽകാനാവില്ല. നമ്മൾ ഏതേതോ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് കോടതിയുടെ മുന്നിൽ വെച്ചോ, അത് കോടതി എല്ലാം ചെയിനായിട്ട് കൺസിഡർ ചെയ്ത് അത് എവിടെയും ബ്രേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി അത് ജഡ്ജ്മെൻറ്റ് വായിച്ചാലേ അറിയാം. ഓരോരോ സ്റ്റെപ്പിലും ഒന്നൊന്നുമായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്ത് ഹൗ ദ ചെയിൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് വളരെ വ്യക്തമായിട്ട് ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശിക്ഷ അയാൾക്ക് വരുന്നത്. ഈ ആദ്യമായിട്ട് ഈ മരണപ്പെടുന്ന സജിതയെ കാണുന്നത് സഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ സഫിയും ശിവനും എന്ന് പറയുന്ന രണ്ട് സാക്ഷികളാണ് ഈ ബോഡി കാണുന്ന, അല്ലെങ്കിൽ ഈ സജിതയെ കാണുന്നത്, മരണപ്പെട്ട സജിതയെ കാണുന്നത്. ആ സമയത്ത് സജിതയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നോ എന്ന് അറിയാവുന്ന ഏക വ്യക്തി സഫിയാണ്. ഈ സഫിയ എന്ന് പറയുന്ന ഈ സാക്ഷിയെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടില്ല. അത് സംശയത്തിനിടയാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാക്ഷിയാണ് ആ ഇൻസിഡൻറ്റ് സമയത്ത്. രണ്ടാമത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സംഭവം നടക്കുന്ന ദിവസം ഈ പറയുന്ന മരണപ്പെട്ട സജിത ഉപയോഗിച്ച ഫോണിനെ സംബന്ധിച്ച് യാതൊരു കോൾ ഡീറ്റെയിൽസും ഈ കേസിലേക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നില്ല. എന്നാൽ പ്രതിയുടെയും മറ്റു ആൾക്കാരുടെയും എല്ലാം ഈ പർട്ടിക്കുലർ ഡേറ്റിലെ ഇൻസിഡൻറ്റിൽ ഹാജരാക്കുമ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് മരണപ്പെട്ട സജിതയുടെ ഫോൺ ഡീറ്റെയിൽസും ഹാജരാക്കുന്നില്ല. അത്രയും ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് മുഴുവനായിട്ടും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഡിഫൻസിൻ്റെ വാദങ്ങൾ അത്ര അപ്രിഷ്യേറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.